തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ സ്വർണ്ണമാല മോഷണം പോയതുമായി ബന്ധപ്പെട്ട് ലഭിച്ച പരാതിയിൽ പരാതിക്കാരിയുടെ വീട്ടിൽ ജോലി സഹായത്തിനായി നിന്ന യുവതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുകയുണ്ടായി. അന്വേഷണത്തിനിടെ പരാതിക്കാരി സ്വർണ്ണമാല തിരികെ കിട്ടിയതായും തുടരന്വേഷണം ആവശ്യമില്ലെന്നും അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ FID റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. പ്രതിചേർക്കപ്പെട്ട യുവതി പിന്നീട് പോലീസിനെതിരെ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സബ് ഇൻസ്പെക്ടർ പ്രസാദിനെയും ഗ്രേഡ് ASI പ്രസന്നകുമാറിനെയും സസ്പെൻഡ് ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ ക്രൈം നമ്പർ 850/2025 പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. 1/1/2020 അടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുണ്ടായ വാഹനാപകട കേസിൽ വാഹനം ഓടിച്ചിരുന്നയാൾക്കെതിരെ മദ്യപിച്ചതിനും പോലീസിൻ്റെ കൃത്യനിർവഹണത്തിന് തടസ്സം വരുത്തിയതിനും ക്രൈം 7/2020 കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. 5 മാസത്തിന് ശേഷം ആ വ്യക്തി വീട്ടിൽ കുഴഞ്ഞു വീഴുകയും ആശുപത്രി എത്തിക്കവേ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ 1798/2020 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മരണകാരണം ഹൃദയ സംബന്ധമായ അസുഖമാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാരെ വിളിച്ചു വരുത്തിയ സന്ദർഭത്തിൽ പരാതിക്കാരൻ്റെ കണ്ണിൽ കുരുമുളക് സ്പ്രേ ചെയ്തു എന്ന സബ് ഇൻസ്പെക്ടർക്കെതിരായ പരാതിയിന്മേൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP അന്വേഷണം നടത്തി വരികയാണ്. കുണ്ടറയിലെ 2024 ഒക്ടോബർ 10 തോംസൺ തങ്കച്ചൻ ഭാര്യയെയും കുടുംബങ്ങളെയും ദേഹോപദ്രവമേൽപ്പിച്ച സംഭവത്തിൽ കുണ്ടറ പോലീസ് സ്റ്റേഷനിൽ ക്രൈം 1553/24 കേസന്വേഷണം പൂർത്തിയാക്കി ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലാണ്. 2 മാസത്തിന് ശേഷം തോംസൺ തങ്കച്ചനെ താമസസ്ഥലത്ത് മരണപ്പെട്ട നിലയിൽ കാണപ്പെടുകയുണ്ടായി. അമിത മദ്യപാനവും പാൻക്രിയാസിലും പിത്താശയത്തിലുമുള്ള രോഗത്തിൻ്റെ കാഠിന്യത്തിലുമാണ് മരണപ്പെട്ടതെന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമായി വെളിപ്പെട്ടിട്ടുണ്ട്. കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി 28/5/2025 ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതാണ്. പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിലെ പരാതികളെ പറ്റി പറഞ്ഞല്ലോ. 2017 808 പരാതികൾ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിയിലുണ്ടായിരുന്നു. 2021 272 പരാതികൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അതിൽ 270 അതോറിറ്റി തീർപ്പാക്കി. 2022 2023 146 വീതം പരാതികളാണ് ഉണ്ടായത്. 2024 94, 2025 45 പരാതികളാണ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പരാതികളുടെ എണ്ണത്തിൽ സ്വാഭാവികമായ കുറവുകൾ സംഭവിക്കുന്നത് പരാതികൾക്കിടയാകുന്ന സാഹചര്യം സംസ്ഥാനത്തിനകത്ത് നിലനിൽക്കുന്നില്ല എന്നതാണ് കാണിക്കുന്നത്. സർ, ഇവിടെ ഈ സമീപനത്തിൻ്റെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനം. പോലീസിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ സംഭവിച്ചാൽ ആ തെറ്റായ കാര്യങ്ങൾക്കെതിരെ കർക്കശമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് സമീപനം. അതിൽ പിരിച്ചുവിടലടക്കമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് കുറ്റത്തിൻ്റെ കാഠിന്യമനുസരിച്ച് ഇനിയും അതേ സമീപനം തന്നെ തുറന്നു പോവുകയാണ് ചെയ്യുക. പൊതുവെ അതിന് സ്വീകാര്യതയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ഈ കാര്യത്തിൽ പൊതുവെ പറയാനുള്ളത്. സാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടില്ല എന്ന് പറഞ്ഞു. വാസ്തവവിരുദ്ധമായ കാര്യമാണ്. സാർ, ഈ പോലീസുകാരെ പിരിച്ചുവിടുന്ന എങ്ങനെയുള്ളതാണ്? കറപ്ഷന്, വിജിലൻസ് കോടതി ശിക്ഷിച്ചവർ തുടങ്ങിയിട്ടുള്ള നിരവധി കേസുകളിൽ പ്രതികളായിട്ടുള്ളവർ എല്ലാ ഭരണകാലത്തും പോലീസിൽ ഈ നടപടി ഉണ്ടായിട്ടുണ്ട്. അങ്ങേക്ക് അത് അറിയാവുന്ന കാര്യമാണ്. ആ വസ്തുത മറച്ചു വെച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാലത്ത് മാത്രമേ പോലീസുകാരെ മിസ്കോണ്ടക്റ്റിന് അല്ലെങ്കിൽ കറപ്ഷന് പിരിച്ചുവിട്ടു എന്ന് പറയുന്ന വാസ്തവവിരുദ്ധമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിരുത്തണം എന്ന് അങ്ങയിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു.
അതില് ഞാൻ അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താം നിശ്ചിതമായിട്ട് എന്താണ് സംഭവിച്ചത്, അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞങ്ങൾ തമ്മിൽ പറഞ്ഞോളാം. I have to mention. മെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താ ഞാൻ അല്ലല്ല ചോദിക്കുന്നത് ഒന്നുമില്ല, എന്താണ് പറഞ്ഞുങ്ങള്? അതാ പറയാൻ പോകുന്നല്ലേ. അങ്ങനെ ഒരു റൈറ്റ് എനിക്കില്ല. പറഞ്ഞോ അങ്ങ് കാം ഡൗൺ. പറഞ്ഞോ. എനിക്കൊരു റൈറ്റ് ഉണ്ടല്ലോ. സർ, ഞങ്ങളിവിടെ ഉന്നയിച്ച ആവശ്യം ഈ കുന്നംകുളം കേസിലെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ്. സർ, അതിന് മുഖ്യമന്ത്രി തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ ഈ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹം 2 MLA-മാരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണെന്ന കാര്യം അങ്ങേ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്നു. റോജി എം ജോൺ അങ്ങയുടെ ഉപക്ഷേപം പ്രസ് ചെയ്യുന്നുണ്ടോ? ഉപക്ഷേപം തള്ളിയിരിക്കുന്നു. ഓർഡർ. ഉപക്ഷേപം തള്ളിയിരിക്കുന്നു. ഓർഡർ. ഓർഡർ. നിയമനിർമ്മാണത്തിന്റെ മുകളിൽ ചർച്ച ആരംഭിക്കും.